ആദ്യമായി ഒരു പ്രോത്സാഹന സമ്മാനത്തിൻ്റെ നറുക്കെടുപ്പാണ് നടത്തുന്നത്. നറുക്കെടുപ്പ് മേലടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജല നിർവഹിക്കുന്നു. റഹീം ടി കെ നമ്മുടെ മെമ്പർ എടുത്ത നറുക്കാണ്. ഫോൺ 808960 ഇതെത്രയാണ് 969 അല്ലേ? അങ്ങനെയാണ് 3691 വരുന്നുണ്ടല്ലോ അല്ലേ? അപ്പോളോ ഗോൾഡിന്റെ ഡയറക്ടർ സാബിത്ത് സമ്മാനദാനം നിർവഹിക്കുന്നു. മെഗാ ഡ്രോയും അതുപോലെ തന്നെ 24 പ്രോത്സാഹന സമ്മാനങ്ങളും പൊതുസമ്മേളനത്തിന് ശേഷം നടത്തുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇന്നത്തെ ചടങ്ങിൻ്റെ മുഖ്യാതിഥിയും നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനുമായ ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പ്രഗത്ഭനായ ട്രഷറർ PKK ബാബ സാഹിബ്, വടകര നിയോജക മണ്ഡലം MLA ശ്രീ CK നാണു അവർകളെ, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ട്രഷറർ പാറക്കൽ അബ്ദുള്ള സാഹിബ്, ജില്ലാ KMCCയുടെ പ്രസിഡന്റ് P ആലിക്കോയ സാഹിബ്, വേദിയിൽ ഉപമിഷ്ടരായ P ഇബ്രാഹിംകുട്ടി സാഹിബ്, വെങ്ങളം റഷീദ്, MC ഇബ്രാഹിം അവർകൾ, അഹമ്മദ് പുന്നക്കൽ, PM അബൂബക്കർ മാസ്റ്റർ, പുത്തൂർ അസീസ് സാഹിബ്, റെയിൻബോ ബഷീർ, അഹമ്മദ് സാഹിബ് PV, AP തർവേ ഹാജി, P കുഞ്ഞാമു, നൊച്ചാട്ട് കുഞ്ഞബ്ദുള്ള, TK ഖാദർ ഹാജി, സംസ്ഥാന KMCCയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ മംഗലാട്, ജില്ലാ KMCCയുടെ സഹഭാരവാഹികളായി ഇവിടെ എത്തിച്ചേർന്ന സമദ് നടുവണ്ണൂർ, KK കാസിം, CH സെൻറ്ററിൻ്റെ ട്രഷറർ അഷ്റഫ് നജാദ്, സർഗധാരയുടെ ചെയർമാൻ അബ്ദുള്ള കാക്കുനി, മറ്റു ഞങ്ങളുടെ എളിയക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന വിവിധ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയും നേതാക്കളെ, പഞ്ചായത്ത് ശാഖാ ഭാരവാഹികളെ, എല്ലാറ്റിലുമുപരി ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, പല കാരണവശാലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ ഇടയിലെ പല നൂലാമാലകളിലും കുടുങ്ങി, ദൂർത്തിലും മറ്റും കുടുങ്ങി വിവാഹങ്ങൾ മുടങ്ങിക്കിടക്കുന്ന നമ്മുടെ ഇടയിലെ സഹോദരിമാർക്ക് മംഗല്യത്തിൻ്റെ സ്വപ്നം അഫല്യമാകാൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നൽകുന്ന ഒരു മംഗല്യമധുരമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ വൈകിയ വേളയിൽ ഒരു നീണ്ടൊരു സ്വാഗത പ്രഭാഷണം നടത്താൻ ഞാൻ മുതിരുന്നില്ല. എങ്കിലും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന 1-2 പദ്ധതികൾ മാത്രം ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കും. ഞങ്ങൾ കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓപ്പൺ ഹാർട്ട് സർജറി നിർമ്മിച്ച് നൽകുകയുണ്ടായി. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒരു ഓപ്പൺ ഹാർട്ട് സർജറിക്ക് നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും 1-1.5 വർഷക്കാലത്തോളം
നിങ്ങൾ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. കാരണം അവിടെയുള്ള സ്ഥലപരിമിതിയും അസൗകര്യങ്ങളും കാരണമാണ് അത് നീണ്ടുപോകുന്നത് എന്ന് CH സെൻ്ററിൻ്റെ ഭാരവാഹികൾ ജില്ലാ കമ്മിറ്റി അറിയിച്ചപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തത് 3 മാസം കൊണ്ട് അതിൻ്റെ പരിപാടി പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അതിൻ്റെ മുമ്പായി തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ കരങ്ങളാൽ അത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ മർഹൂം ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ ജില്ലാ കമ്മിറ്റി നടത്തിവരുന്ന കുടിവെള്ള പദ്ധതിയുമായി സഹകരിച്ച് ജില്ലയിൽ കുടിവെള്ള വിതരണ പരിപാടി നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ കുറ്റ്യാടിയിലെ പതിയാരക്കരയിൽ ഏകദേശം 20ഓളം കുടുംബങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള ബൃഹത്തായ ഒരു കുടിവെള്ള പദ്ധതി. അതുപോലെ തന്നെ റമദാനിൽ ലക്ഷക്കണക്കിന് രൂപയുടെ റിലീഫ് പ്രവർത്തനങ്ങൾ CH സെൻ്ററിലെ രോഗികൾക്കുള്ള ഡയാലിസിസ്, മരുന്ന്, അതേപോലെ തന്നെ വിദ്യാഭ്യാസ സഹായങ്ങൾ, പഠനോപകരണ വിതരണം, തൊഴിലുപകരണ വിതരണം, പാവപ്പെട്ട വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി തൊഴിലുപകരണ വിതരണം എന്നിങ്ങനെ തുടങ്ങി ബൃഹത്തായ ഒരു പരിപാടി തന്നെയാണ് ജില്ലാ കമ്മിറ്റി നാട്ടിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി നടത്തി വരുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ കാര്യദർശി റസാഖ് മാസ്റ്റർ അവർകൾ വേദിയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഞങ്ങൾ നാട്ടിൽ നടത്തി വരുന്ന പ്രവർത്തനങ്ങൾക്കോ അതോടൊപ്പം തന്നെ ഒരു നേരത്തിൻ്റെ അന്നത്തിനു വേണ്ടി പലപ്പോഴും പ്രവാസ ജീവിതത്തിലേക്ക് ചേക്കേറിയ നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മളോടൊപ്പം കഴിയുന്ന പ്രവർത്തകർക്ക് കാരുണ്യമേകാൻ വേണ്ടി കോഴിക്കോട് ജില്ലാ KMCC കഴിഞ്ഞ 9 വർഷത്തോളമായി വളരെ ബൃഹത്തായ രീതിയിൽ മെമ്പേഴ്സിന് ഒരു വെൽഫെയർ സ്കീം, സാമൂഹ്യ സുരക്ഷാ പദ്ധതി എന്ന പേരിൽ ബൃഹത്തായ ഒരു സുരക്ഷാ പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. ഒരു മെമ്പർക്ക് അസുഖം ബാധിച്ചാലോ അല്ലെങ്കിൽ മരണം സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ നൽകുന്ന ഒരു പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ പദ്ധതി. അതേപോലെ തന്നെ ഗൾഫിൽ വെച്ച് മരണപ്പെടുകയോ അതേപോലെ തന്നെ അത്യാഹിതങ്ങൾ സംഭവിക്കുകയോ ചെയ്യുന്നവർക്ക് സഹായഹസ്തവുമായി കോഴിക്കോട് ജില്ലാ KMCC 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഹെൽപ്പ് ഡെസ്ക് എന്ന് അബുദാബിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. സന്തോഷത്തോടു കൂടി പറയട്ടെ, ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിന് കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല ഇന്ന് അബുദാബി ഇന്ത്യൻ എംബസിയുടെ അവർക്ക് കൂടി സഹായം നൽകുന്ന ഒരു ഹെൽപ്പ് ഡെസ്കായി മാറാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും കേരളത്തിന് പുറത്തുള്ള തമിഴ്നാട്ടിലെയും അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലെയും പലരും മരണപ്പെട്ട് കഴിഞ്ഞാൽ എംബസികൾ പോലും സമീപിക്കുന്നത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയാണ്. അതിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ഞാൻ എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. കാരണം ഇവിടെ നമ്മുടെ ഈ ഫംഗ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ നൽകപ്പെടുന്നത് 15 യുവതികൾക്കുള്ള മംഗല്യ മധുരം എവിടെ വെച്ച് വിതരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ കുട്ടികളുടെ ചില കലാപരിപാടികൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ നിർത്തിക്കൊണ്ടു പോകുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ മഹത്തായ സംഗമത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങൾ അവരുകളാണ്. അദ്ദേഹത്തെ സർവ്വ ആദരവോടും കൂടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തിക്കൊണ്ട് സംസാരിക്കുന്നത് ബഹുമാന്യനായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ട്രഷറർ, ഈ പരിപാടിയുടെ മുഖ്യ രക്ഷാധികാരി കൂടിയായ ബഹുമാന്യനായ PKK ബാബ സാഹിബ് അവർകളാണ്. അദ്ദേഹത്തെയും ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യനായ വടകര നിയോജക മണ്ഡലം MLA ശ്രീ CK നാണു അവരുകളെ സർവ്വ ആദരവോടും കൂടിയും കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ബഹുമാന്യനായ കോഴിക്കോട് ജില്ലാ KMCCയുടെ പ്രസിഡന്റ് P ആലിക്കോയ സാഹിബ് അവർകളാണ്. അദ്ദേഹത്തെയും ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന, ഇവിടെ എത്തിച്ചേർന്ന് ഞങ്ങളുടെ പരിപാടി ധന്യമാക്കിയ ബഹുമാനപ്പെട്ട ജില്ലാ മുസ്ലിം ലീഗിൻ്റെ കാര്യദർശി MA റസാഖ് മാസ്റ്റർ, ട്രഷറർ പാറക്കൽ അബ്ദുള്ള സാഹിബ്, മറ്റിവിടെ വേദിയിൽ സന്നിഹിതരായ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളായ
പി ഇബ്രാഹിം കുട്ടി സാഹിബ്, റഷീദ് വെങ്ങളം, MC ഇബ്രാഹിം സാഹിബ്, അഹമ്മദ് പുന്നക്കൽ, PM അബൂബക്കർ മാസ്റ്റർ, പുത്തൂർ അസി സാഹിബ്, റെയിൻബോ ബഷീർ, അഹമ്മദ് BV, AP തറവി ഹാജി, P കുഞ്ഞാമു, നൊച്ചാട്ട് കുഞ്ഞബ്ദുള്ള സാഹിബ്, TTK ഖാദർ ഹാജി, മറ്റിവിടെ പേരെടുത്ത് പറയേണ്ട പല പ്രമുഖരും തന്നെ വേദിയിലുണ്ട്. പക്ഷേ സമയത്തിൻ്റെ പരിമിതി കണക്കിലെടുത്തുകൊണ്ട് നിങ്ങളെല്ലാവരെയും പേരെടുത്ത് പറഞ്ഞതുപോലെ തന്നെ കരുതി എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അബുദാബി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പുതിയ കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട് അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൽ 2 വർഷം മുന്നേ ഞങ്ങളൊരു പ്രവർത്തനോദ്ഘാടനം നടത്തുകയുണ്ടായി. ആ കൺവെൻഷനിൽ അതിഥികളായെത്തിയത് ഇന്ന് ഈ വേദിയിൽ, അതേപോലെ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ മുഖ്യ രക്ഷാധികാരി സ്ഥാനമലങ്കരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബാബ സാഹിബും, കൂടെ കേരള രാഷ്ട്രീയത്തിൽ അന്ന് വളരെ സജീവമായി ഇടപെട്ടിരുന്ന ചീഫ് വിപ്പ് PC ജോർജുമായിരുന്നു. 2 പേർ അതിഥികളായി വന്ന വലിയ ഒരു പ്രവർത്തനോദ്ഘാടന സംഗമത്തിൽ വെച്ച് ഞങ്ങൾ അഭിമാനത്തോടെ 3 പ്രൊജക്റ്റുകളാണ് പ്രഖ്യാപിച്ചത്. അതിലൊന്ന്, ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി നടത്തുന്ന 1000 കിണർ കുടിവെള്ള പദ്ധതിയിലേക്ക് 10 കിണർ നിർമ്മിച്ച് നൽകുക എന്നതായിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അതിലേക്കുള്ള ഫണ്ട് ഞങ്ങൾ ജില്ലാ കമ്മിറ്റിയെ ഇതേ ഹാളിൽ വെച്ച് കഴിഞ്ഞ വർഷം കൂടിയ KMCC പ്രവർത്തകരുടെ കുടുംബ സംഗമത്തിൽ വെച്ച് കൈമാറുകയുണ്ടായി. അതിനുശേഷം മറ്റൊരു കാര്യമായി എടുത്തു പറഞ്ഞത്, വർഷങ്ങളായി ഞങ്ങൾ നടത്തിവരുന്ന CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ ഓർമ്മയ്ക്ക് അബുദാബിയിൽ നടന്നു വരുന്ന CH മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വിപുലീകരണമായിരുന്നു. അത് സ്പോർട്സ് രംഗത്തുള്ള വിപുലീകരണമായിരുന്നു. ടൂർണമെൻറ്റിന് ഒരു അഡീഷണൽ പ്രോഗ്രാം സംഘടിപ്പിക്കുക എന്നതായിരുന്നു. അതിൻ്റെ ഒരു പരിപാടി എന്ന നിലയിൽ മഹാനായ AV ഹാജി അവരുടെ നാമധേയത്തിൽ AV ഹാജി മെമ്മോറിയൽ വോളിബോൾ ടൂർണമെൻറ്റ് ഈ വർഷം മുതൽ ഞങ്ങൾ നടത്താൻ തുടങ്ങി. 5 വർഷമായി നടക്കുന്ന CH ഫുട്ബോൾ ടൂർണമെൻറ്റ് കേവലം ഒരു വിനോദ ഉപാധി മാത്രമല്ല. 6 വർഷങ്ങൾക്ക് മുന്നേ CH ഫുട്ബോൾ ടൂർണമെൻറ്റ് തുടങ്ങുമ്പോൾ 7 വർഷങ്ങൾക്ക് മുമ്പേ CH ഫുട്ബോൾ ടൂർണമെൻറ്റ് തുടങ്ങിയത് തന്നെ ടൂർണമെൻറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകാനായിരുന്നു. ബൈത്തുർ റഹ്മ എന്ന പദ്ധതി ഇത്ര വിപുലമായി പ്രചാരത്തിൽ വരുന്നതിന് മുന്നേ തന്നെ 7 വർഷം മുന്നേ കോഴിക്കോട് ജില്ലയിൽ 7 വീടുകൾ അബുദാബി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആ ഒരു ടൂർണമെൻറ്റിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞു എന്നത് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അത് ഇവിടെ കൂടിയിരിക്കുന്ന ഈ വടകര, ഈ പരിസരത്തുള്ള വടകരയിൽ, കുറ്റിയാടിയിൽ, നാദാപുരത്ത്, കൊടുവള്ളി, അതേപോലെ ബാലുശ്ശേരി തുടങ്ങിയ വിവിധ മേഖലകളിൽ, കൊയിലാണ്ടി അടക്കമുള്ള വിവിധ മേഖലകളിൽ 7 വീടുകൾ നിർമ്മിച്ച് നൽകാൻ അന്ന് തന്നെ ഞങ്ങൾക്ക് സാധിച്ചു. അതിനുശേഷം ഞങ്ങൾ പ്രഖ്യാപിച്ച ഒരു പദ്ധതി മംഗല്യ മധുരം എന്നതായിരുന്നു. സാധാരണയായി നടക്കുന്ന സമൂഹ വിവാഹ പദ്ധതി പലപ്പോഴും വളരെ അവശ്യമായി സഹായം ലഭിക്കേണ്ടവർ ഒരു പൊതുവേദിയിൽ വന്ന് വിവാഹിതരാകാൻ പ്രയാസം കാണിക്കുന്നു, അതല്ലെങ്കിൽ വൈമനസ്യം കാണിക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവരെ വേദിയിലേക്ക് കൊണ്ടുവന്ന് വിവാഹം നടത്തി ഒരു വലിയ വിവാഹ മാമാങ്കം നടത്തുക എന്നതിന് പകരം സാധാരണ സമൂഹ വിവാഹങ്ങളിൽ കാര്യമായി നൽകുന്ന ആഭരണത്തിൻ്റെ വലിയൊരു പങ്ക് 5 പവൻ നൽകിക്കൊണ്ട് 10 കുടുംബങ്ങളെ സഹായിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ തീരുമാനം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അതിനുവേണ്ടി വിളിച്ചു കൂട്ടിയ ആദ്യത്തെ യോഗത്തിൽ, ഭാരവാഹി യോഗത്തിൽ തീരുമാനമെടുത്ത ഉടൻ തന്നെ ചർച്ച വന്നത് അവിടെ കൂടിയിരിക്കുന്നവർ തന്നെ, വേദിയിലുള്ള അധ്യക്ഷനും അതിൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും ഓരോ പവൻ ഓഫർ ചെയ്തു. 12 പവൻ അവിടെ നിന്ന് തന്നെ ഞങ്ങൾക്ക് പിരിഞ്ഞു കിട്ടി. പിന്നെ വർക്കിംഗ് കമ്മിറ്റി വിളിച്ചു, അതിനുശേഷം കൗൺസിൽ വിളിച്ചു, പ്രചരണ സമിതി വിളിച്ചു. അപ്പോഴേക്ക് 75 പവൻ, 10 പേർക്ക് വേണ്ട 50 പവൻ എന്നത് 75 പവനിലേക്ക് എത്തുകയും ഞങ്ങൾ 10 പേർക്ക് കൊടുക്കുന്ന സഹായം 15 പേർക്ക് എന്ന് മാറ്റി പറയുകയുമാണ് ഉണ്ടായത്. പിന്നീട്
ഇപ്പോഴും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി അത് 98ഓളം പവനിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് അത് ഞങ്ങൾക്ക് കയ്യിൽ കിട്ടുകയാണെങ്കിൽ വരുന്ന വർഷങ്ങളിലും ഇതുപോലെ നടത്താനുള്ള ഒരു ത്രാണി ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അത് അധ്യക്ഷൻ ഈ വേദിയിൽ പ്രഖ്യാപിക്കും എന്ന് എനിക്കുറച്ച വിശ്വാസമുണ്ട്. ഇൻഷാ അള്ളാഹ് ഈ ഒരു പദ്ധതിയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ട വളരെ നിർധനരായ 15 കുടുംബങ്ങൾക്ക് 5 പവൻ സ്വർണ്ണാഭരണം നൽകുക എന്നതാണ്. ആഭരണമല്ല, 5 പവൻ നൽകുക എന്നത്. അതിൽ ഞങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത് വടകരയിലെ അപ്പോളോ ഗോൾഡുമായി സംസാരിക്കുകയും അവർ ഈ ആഭരണങ്ങളും ഇതിന് പുറമെ അവർ ആഭരണങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതുകൂടി 4% കൂലിക്ക് അവരുടെ ഷോപ്പിൽ നിന്ന് കൊടുക്കാമെന്ന് ഞങ്ങളോട് അറിയിക്കുകയും അവരുമായി ഒരു ധാരണയിലെത്തുകയും ഈ വേദിയിൽ വെച്ച് അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്ത 15 പേർക്കുള്ള 5 പവൻ ആഭരണത്തിനുള്ള ഓഫർ ലെറ്ററാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. അവരുടെ കല്യാണത്തിൻ്റെ ഒരാഴ്ച മുന്നേ ഈ കത്തുമായി അപ്പോളോ ഗോൾഡിൽ പോയാൽ തീർച്ചയായും അവർക്ക് 5 പവൻ ഗോൾഡ് അവിടെ നിന്ന് വാങ്ങി അവരുടെ കല്യാണത്തിന് ഉപയോഗിക്കാം എന്ന് ഞങ്ങൾ വാക്ക് നൽകുന്നു. ഈ ചടങ്ങ് ദീർഘമായി എന്നെ വിഷയം അവതരിപ്പിക്കാൻ ഉപയോഗിക്കേണ്ട ചടങ്ങല്ല എന്നെനിക്കറിയാം. എന്നാലും ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ എത്തിയ നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രൊജക്റ്റ് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. മംഗല്യമധുരം ഉപഹാരം ഏറ്റുവാങ്ങുന്നത് സബിന എന്ന കുട്ടിയുടെ രക്ഷിതാവ് സക്കീന, പുത്തൻ മരച്ചാലിൽ പയ്യോളി ബിസ്മി നഗർ വന്ന് ഏറ്റുവാങ്ങേണ്ടതാണെന്ന് അറിയിക്കുന്നു. അടുത്തത് ഷർമി എന്ന കുട്ടിയുടെ രക്ഷിതാവ് കുമാരൻ, പുളിക്കൂൽ കല്ലുംപുറം കടമേരി. കുമാരൻ, പുളിക്കൂൽ കല്ലുംപുറം കടമേരി. അടുത്തത് തൻസീന എന്ന കുട്ടിയുടെ രക്ഷിതാവ്. തൻസീന എന്ന കുട്ടിയുടെ രക്ഷിതാവ് പാണ്ഡികശാല വീട്ടുള്ള. അടുത്തത് ഫസീല പുതിയോട്ടിൽ എന്ന കുട്ടിയുടെ രക്ഷിതാവ്. സ്ഥലം തിരുവള്ളൂർ. ഫസീല പുതിയോട്ടിൽ. അടുത്തത് റസീല കുറ്റീൻ്റെ പറമ്പത്ത് തളിയിൽ ദേവരകോവിൽ. പേര് വിളിക്കുന്ന കുട്ടി രക്ഷിതാക്കൾ ഉടൻ വന്ന് വാങ്ങേണ്ടതാണ്. സുമീല ഡോട്ടർ ഓഫ് ആയിഷ, താഴെ കീപ്പാട്ട്, എടക്കുളം പൊയിൽക്കാവ്. അടുത്തത് ജിൻസില ഡോട്ടർ ഓഫ് ബഷീർ, കറുപ്പൻകണ്ടി അത്തോളി. ജിൻസില ഡോട്ടർ ഓഫ് ബഷീർ, കറുപ്പൻകണ്ടി. അടുത്തത് ജസീറ ഡോട്ടർ ഓഫ് മുഹമ്മദ്, പടിഞ്ഞാറെ കുരിക്കൽക്കണ്ടി കൂരാച്ചുണ്ട്. ജസീറ ഡോട്ടർ ഓഫ് മുഹമ്മദ്, പടിഞ്ഞാറെ കുരിക്കൽക്കണ്ടി കൂരാച്ചുണ്ട്. അടുത്തത് റാസില ഡോട്ടർ ഓഫ് റാബിയ, പുതുക്കോണത്ത് താഴമ്പറമ്പ് കോഴിക്കോട്. അടുത്തത് റാഷിദ ഡോട്ടർ ഓഫ് റസിയ, തണ്ടാങ്കണ്ടി കടമേരി. റാഷിദ ഡോട്ടർ ഓഫ് റസിയ, തണ്ടാങ്കണ്ടി കടമേരി. ഷെരീഫ ഡോട്ടർ ഓഫ് ഹൈദ്രൂസ് തങ്ങൾ, തറവട്ടത്ത് വേളം. ഷെരീഫ ഡോട്ടർ ഓഫ് ഹൈദ്രൂസ് തങ്ങൾ, തറവട്ടത്ത് വേളം. അടുത്തത് ഷർമിന ഡോട്ടർ ഓഫ് അഷ്റഫ്, വിസലിഖാൻ്റെ വിട വടകര. ഷർമിന ഡോട്ടർ ഓഫ് അഷ്റഫ്, വിസലിഖാൻ്റെ വിട വടകര. അടുത്തത് ഹർഷിന ഡോട്ടർ ഓഫ് മൊയ്തീൻ, പുളയുള്ളതിൽ ഹൗസ്, എരവട്ടൂർ.
ഹർഷിന ഡോട്ടർ ഓഫ് മൊയ്തീൻ പുളയുള്ളതിൽ ഹൗസ് എരവട്ടൂർ. അടുത്തത് സുഫൈന ഡോട്ടർ ഓഫ് ഹസൻ CP ചെറിയ പറമ്പത്ത് വടകര താഴെ അങ്ങാടി. സുഫൈന ഡോട്ടർ ഓഫ് ഹസൻ CP വെമ്പറമ്പത്ത് കുറുവന്തേരി നാദാപുരം. ആയിഷ ഡോട്ടർ ഓഫ് മുഹമ്മദ് അലി. കോഴിക്കോട് ജില്ല ഒരുപാട് കുടുംബങ്ങൾക്ക് ആശ്വാസകരമായ രീതിയിലുള്ള ഒരു സംരംഭത്തിനാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു സംരംഭത്തെക്കുറിച്ചും അബുദാബി KMCCയുടെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ തന്നെയും ഇവിടെ അതിൻ്റെ നേതാക്കൾ വളരെ വിശദമായി സംസാരിക്കുകയുണ്ടായി. അബുദാബി കോഴിക്കോട് ജില്ലാ KMCCയുടെ പരിപാടിയിൽ UAE പോയപ്പോഴൊക്കെ തന്നെയും പലപ്പോഴും സംബന്ധിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ അടുത്ത് AVയുടെ സ്മരണാർത്ഥം നടക്കുന്ന വോളിബോൾ മത്സര പരിപാടി കാണാൻ എനിക്ക് സാധിച്ചിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അതിൻ്റെ എല്ലാ വരുമാനങ്ങളൊക്കെ തന്നെയും നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതിൽ ഏറെ സന്തോഷിക്കുകയാണ്. ഇവിടെ 15 യുവതികൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് ഒരു കുടുംബം ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ ഏറെ വിഭ്രാന്തിയാവുകയാണ്. എല്ലാ സന്തോഷവും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സംസ്കാരമാണ് ഇന്നൊരു പെൺകുട്ടി ഇവിടെ വളർന്നു വരുമ്പോൾ. എങ്ങനെയാണ് കെട്ടിക്കുക? പ്രായമാവുമ്പോൾ ആ മാതാപിതാക്കളുടെ മുഖത്ത് ഒരിക്കലും സന്തോഷമുണ്ടാവാറില്ല. ഒരിക്കലും ഒരു പുഞ്ചിരി പോലും തൂകാൻ കഴിയാതെ അവർ ജീവിതം നിരാശപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് നമ്മുടെ നാട് നീങ്ങുകയാണ്. അപ്പം അവിടെ ഇത്തരത്തിലുള്ള ആശ്വാസകരമായ സഹായഹസ്തം അവർക്കൊരുപാട് പ്രതീക്ഷ നൽകുകയാണ്. മംഗല്യം എന്നുള്ളത് സ്വപ്നം മാത്രമായി നിൽക്കുന്ന ഒരുപാട് അവിവാഹിതരായ പെൺകുട്ടികൾ, അവർക്ക് ഇത്തരം ഒരു സഹായം കൂടി കിട്ടുമ്പോൾ അവരുടെ ഒരുപാട് കാലത്തെ ജീവിതത്തിലെ അഭിലാഷമായ വിവാഹം അത് പൂവണിയുകയും അതിലൂടെ ഏറ്റവും നല്ല കുടുംബജീവിതം അവർക്ക് ലഭിക്കുകയും ജീവിതം സുരക്ഷിതമാക്കുവാനും അവർക്ക് സാധിക്കുക. ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു വലിയ സന്ദേശമാണ് നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു മേഖലയിൽ നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കുകയും അതിലൂടെ ഒരുപാട് ആളുകളുടെ സഹായം നമുക്ക് എത്തിക്കാൻ സാധിക്കുകയും മാത്രമല്ല നമ്മുടെ ഇന്ന് നാട്ടിൽ നടപ്പായിട്ടുള്ള സ്ത്രീധനം പോലുള്ള പരമ്പരാഗതമായി നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരമായി മാറിക്കൊണ്ടിരിക്കുന്ന അത്തരം അനാചാരങ്ങൾക്കെതിരെ ഉള്ളൊരു പോരാട്ടവും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് നടത്തേണ്ടതുണ്ട്. ഇന്ന് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മേഖലകളിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി, പ്രത്യേകിച്ച് വിവാഹം ഇന്ന് ആർഭാടങ്ങളോടും ആഭാസങ്ങളുമായി തീരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അത് ലാളിത്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി എടുത്ത പ്രമേയം ഇന്ന് കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും, മതജാതിപാതിമന്യേ എല്ലാവരും അത് സ്വീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് നടക്കുന്ന ക്യാമ്പയിനുകളുടെ ഭാഗമായി അതിൻ്റെ റിസൾട്ട് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇന്ന് വിവാഹം ചുരുക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആർഭാടവും ആഭാസമൊക്കെ തന്നെ കുറച്ചുകൊണ്ട് ലളിതവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിവാഹമെന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ്. കാരണം അള്ളാഹു നമ്മെ ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത്. ഇത് മനുഷ്യൻ്റെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. വമിൻ ആയാത്തിഹി അൻ ഖലഖലക്കും മിന അസ്വാജ്,